കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യമായ രീതിയിൽ ബാങ്കിംഗ് സമ്പ്രദായവും മറ്റ് ATM സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവന്നതിന് പുറമെ ഒന്നുകൂടി ശാസ്ത്രീയമായി എന്ന രീതിയിൽ ഔദ്യോഗികമായി അറിയേണ്ട കേന്ദ്രങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ 10 രൂപയ്ക്ക് മീൻ കൂട് വാങ്ങാവൂ എന്ന ശുഷ്കാന്തിയിൽ ഇനി പേഴ്സുകളൊക്കെ അസ്ഥാനത്താക്കി കാർഡ് സംവിധാനം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കടയിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു തോണ്ട് എങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കടക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് കയറും. മാസം തികയുമ്പോൾ മദ്രസയിലെ ഉസ്താദിന്റെ സെക്രട്ടറി വന്നൊരു തോണ്ട്, അതോടുകൂടെ അയാൾക്കുള്ള ശമ്പളം അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ തുടങ്ങി ഒരു തോണ്ട യുഗത്തിലേക്ക് ഉള്ള ഒരു പുതിയ പദ്ധതിയിലാണ് അല്ലെങ്കിൽ പുതിയ പദ്ധതിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട സ്വപ്നം എന്തായി എന്ന് ഇടയിൽ വെച്ചിട്ട് ഞാൻ പറയാം. ഏതായിരുന്നാലും മാറ്റങ്ങൾ തേടി നിൽക്കുന്ന സമയത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളെയൊക്കെ തൊണ്ടി സഹിതം വളരെ പെട്ടെന്ന് പിടികൂടാനുള്ള എല്ലാ അന്തരീക്ഷവും ഇന്നുണ്ട്. ഇന്നും ഇന്നലെയുമൊക്കെ തന്നെ പത്രത്തിൽ വന്ന ചില വിഷയങ്ങളിൽ പോലീസ് ഫോളോ ചെയ്യുന്നത് CCTVയാണ്. പാണ്ടിക്കാട്ടുകാർക്ക് ഞാനത് പറഞ്ഞു തരേണ്ടതില്ല. ഒരു വർഷത്തിനുള്ളിൽ 1-2 കേസുകൾ ആ രീതിയിൽ തന്നെ പിടിക്കപ്പെട്ടതുമാണ്. ഇന്നലെ കാണാതെയായി പോയ SLCക്ക് പഠിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ തെരഞ്ഞ് പോലീസ് ആദ്യം അന്വേഷിച്ചെത്തി തൊട്ടടുത്ത ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റലിൽ ബാത്റൂമിലേക്ക് കയറിയത് സ്കൂൾ യൂണിഫോമിലാണ്. അതേ പെൺകുട്ടി തിരിച്ചിറങ്ങിയത് സാധാ വേഷത്തിലാണ്. അപ്പോൾ പോക്കിന്റെ ലെവല് ഏകദേശം അത് തട്ടിക്കൊണ്ടുപോകലാണോ സ്വമേധയുള്ള പോക്കാണോ എന്ന നിഗമനം പോലീസിന് കുറിച്ച്. ഇനി പിന്നീട് ഈ വിളിക്കുന്ന ഫോൺ, ആ ഫോൺ കോളിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് അടുത്ത പദ്ധതിയിലേക്ക് കടക്കുന്നത്. കാണാത്ത അല്ലെങ്കിൽ തടയാത്ത, ഫോട്ടോ എടുക്കാൻ കഴിയാത്ത ഈ ശബ്ദ തരംഗങ്ങളെ പിൻപറ്റി പോയ ഫോൺ കോളുകളുടെ കേന്ദ്രങ്ങളും അത് എത്തിപ്പെടുന്ന കേന്ദ്രങ്ങളെയും കണ്ടുപിടിച്ച് ആൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലീസുകാർക്ക് പ്രയാസമില്ലാത്ത വിധത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഒരാളുടെ മൊബൈൽ ഉപയോഗിച്ച് അയാൾ അതിൽ നിന്ന് സിം, അതിന്റെ റൂഹ് ഊരി വലിച്ചെറിഞ്ഞ് വെറും ബോഡി മാത്രം ഉപയോഗിച്ച് നോക്കിയുടെ സെറ്റ് മാത്രം. എന്നാലും രാജിവെച്ചൊഴിഞ്ഞ തരീഖത്തിന്റെ ശൈഖുമായിട്ടുള്ള കണക്ഷൻ പോലെ മുമ്പ് ഉപയോഗിച്ചിരുന്ന സിമ്മുമായി അതിന്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ടവറിലേക്ക് കണക്ഷൻ കൊടുത്ത് കൊല്ലങ്ങൾ പഴക്കമുള്ള കേസുകൾ പിടിച്ചത് നമ്മുടെ രാജ്യത്തിലുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ വേണമെങ്കിൽ ചക്ക വേറേതും കഴിക്കുമെന്ന് പറഞ്ഞതുപോലെ കയ്യോടുകൂടെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഒന്നുകൂടെ ഉയർന്നു ചിന്തിക്കുമ്പോൾ അതിലപ്പുറമുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള സംവിധാനങ്ങളെ വികസിപ്പിക്കുമ്പോൾ ആ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് തള്ളിയിടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറ്റവാളികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലതും തെളിയിക്കാൻ കഴിയാതെ പോകുന്നത്. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം അത് പിടികൂടാൻ ആവശ്യമായ സംവിധാനങ്ങൾ വ്യക്തിത്വത്തിലൂടെ ഒതുക്കി വെക്കുമ്പോൾ പിന്നീട് ആ സ്വർണം കവറിങ്ങിലൂടെ വിഴുങ്ങാനുള്ള ഏർപ്പാടിലാണ് നമ്മൾ നോക്കുന്നത്. അവരെയും പിടികൂടുകയാണ് പത്രത്തിൽ വായിക്കുന്ന വാർത്ത. ഒരു ഭാഗത്ത് ബാങ്ക് കൊള്ള നന്നായി നടക്കുമ്പോൾ ആ കവർച്ച നടത്തിയ ആളുകളെ പിടികൂടാൻ കഴിയില്ല എന്ന് പലരും ഉറച്ചു നിൽക്കുമ്പോഴാണ് കൊല്ലങ്ങൾക്ക് ശേഷം ബാങ്ക് കവർച്ച പ്രതികളെ പിടികൂടുന്നത്. ചേലേമ്പ്ര ബാങ്ക് കേസ് അതിന്റെ ഒരു ഉദാഹരണം. അവിടെ ഹോട്ടലുകൾ നടത്തി തോറ്റ് പരാജയപ്പെട്ട് എല്ലാം പിന്മാറിയപ്പോഴാണ് തെക്കൻ ജില്ലയിൽ നിന്ന് ഒരു ക്രൈസ്തവ സുഹൃത്ത് വന്നിട്ട് ആ ഹോട്ടൽ വലിയ നിരക്ക് വാങ്ങുന്നത്. താഴെ പ്രവർത്തിക്കുന്ന ഹോട്ടൽ. ശേഷം അതൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ചാക്കുകളെ കൊണ്ട് മറച്ച് ദിവസങ്ങളോളം വർക്ക് നടന്നപ്പോൾ ആ നാട്ടിലെ ഒരു സാധാരണക്കാരൻ വർക്ക് കാണാൻ വിളിച്ചു. ഉദ്ദേശത്തിൽ ശുദ്ധിയോടുകൂടെ അദ്ദേഹം പറഞ്ഞു, മോനെ ഇത്ര വലിയ കാശ് കൊടുത്തിട്ട് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് എന്തിനാ ഈ കട വാങ്ങിയ?
ഇത് നടത്തിയവരൊക്കെ പരാജയപ്പെട്ടു പോയ ചരിത്രമേ ഉള്ളൂ. പിന്നെ ഇത്ര വലിയ എമൗണ്ട് മുടക്കിയിട്ട് എന്ത് കണ്ടിട്ടാണ് ഈ ഇവിടെ കച്ചവടം ചെയ്യുന്നത്? ഇയാൾ പറഞ്ഞു ഇത്രേ, പൊന്നാരക്കാക്ക ഞാൻ മേലുള്ളവനെ കണ്ടിട്ടാണ് അതൊക്കെ ചെയ്തത്. ബന്ധാളി ഇയാളെന്ന് തവക്കുലാക്കി പറഞ്ഞത് അള്ളാനെ കണക്കാക്കിയിട്ടാണ് ഇനി നമ്മൾ നിൽക്കണ്ടെന്നതാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കച്ചവടം തുടങ്ങിയിട്ടില്ല, പക്ഷെ ബാങ്കിത്തെ പൈസ കാണുന്നില്ല, ലോക്കർ മൊത്തം കണ്ടുപിടിച്ചു പോയി. അങ്ങനെ ഇങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴാണ് മേലുള്ളവനെ കണ്ടു എന്ന് പറഞ്ഞത് പറച്ചോനെ കണ്ടിട്ടല്ല, മേലെ പോയിട്ടിരുന്ന ബാങ്കിന്റെ ലോക്കർ കണ്ടിട്ടാണ് താഴെ എടുത്തതിങ്ങനെ മാന്യത. അങ്ങനെ മാസങ്ങൾ നടന്നില്ല പോലീസിന്റെ കീഴിൽ. അങ്ങനെയാണ് കർണാടക സ്റ്റേറ്റിൽ വെച്ച് കയ്യോടുകൂടെ അവരെ പിടികൂടുന്നത്. ഒരു ചെറിയ സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. വണ്ടൂരിലെ ജ്വല്ലറി കവർച്ച. ഇങ്ങനെ ഈ പരിസരത്ത് നടന്ന കൊലപാതകങ്ങളും കവർച്ചകളും ഓരോന്നും അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുക. ഒരു ചങ്ങാതിയെ വാഹനമോഷണ കേസിൽ ജയിലിൽ അടച്ചു. അങ്ങനെ 2 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം അവൻ വീട്ടിലെത്തുന്നത് പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട ബൈക്ക് കട്ടെടുത്തുകൊണ്ടാണെന്ന പത്രിക. അവ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നവൻ അടുത്ത തെറ്റിനുള്ള ഗൂഢമായ പദ്ധതി ആലോചിച്ചിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പറഞ്ഞതിനുമാര. ഒന്നുകൂടെ ഒറ്റക്ക് നടത്തിയ ചില തെറ്റുകളുടെ പേരിലാണ് ജയിലകപ്പെട്ടതെങ്കിൽ 6 മാസത്തെ ജയിൽവാസം കഴിയുമ്പോൾ അവിടെ സംഘടനയിൽ കമ്പനി ഉണ്ടാക്കി അവന്റെ കീഴിൽ ഒരു കൊള്ള സംഘത്തെ ഉണ്ടാക്കിയിട്ടാണ് അവൻ പുറത്തേക്ക് പോയിരുന്നത്. പറഞ്ഞതാണ് ഇത്. ജയിലറകളും പോലീസ് സ്റ്റേഷനുകളും ഒക്കെയാകുമ്പോൾ നാം ഭരണരംഗത്തേക്കും പൊതുരംഗത്തേക്കും ഇറങ്ങിയാൽ എല്ലാ സ്ഥലത്തും നിരന്നു നോക്കിയാൽ വെണമൊത്തം നടന്നെന്ന് പറഞ്ഞതുപോലെ ഓരോ രംഗത്തും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോ നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവലുകൾ, സ്കൂളിലെ കലാപ്രതിഭകളെ തെരഞ്ഞെടുക്കേണ്ട പരിപാടികൾക്ക് പോലും കാരെക്കൂട്ടി കൈക്കൂലി കൊടുത്താൽ പോലും മാർക്ക് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ കൈക്കൂലില്ലാത്ത രംഗം അടുക്കളയിൽ ഭർത്താവിന് ഭാര്യ കൊടുക്കുന്ന കറിയിൽ മാത്രം. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അതും കൂടായില്ല. കാരണം മക്കൾക്ക് കിടന്നു കൊടുക്കാൻ ബെറ്ററാക്കി കൊടുക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് കൈക്കൂലി ഭർത്താവ് കൊടുക്കുക. അങ്ങനെ ഒന്നുകൂടായില്ല. താല്പര്യമായിട്ട് കാണേണ്ടതില്ല. കാരണം ഓരോ രംഗത്തും പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, കോടതികളിൽ മാത്രമല്ല, ജഡ്ജിമാരെ മാത്രമല്ല, എല്ലാ രംഗത്തും അഴിമതിയും കൈക്കൂലിയും ഒക്കെ മൊത്തത്തിൽ നിന്ന് നിരന്നു നിന്നിരിക്കുകയാണ്. ഡോക്ടർമാർ കുറിച്ചു തരുന്ന മരുന്ന് രോഗിക്ക് വേണ്ടതാണോ നോക്കിയല്ല, റെപ്രസെന്റേറ്റീവ് ചെന്ന് കൊടുക്കുന്ന മരുന്ന് ആ മരുന്നാണ്. രോഗിയെ നോക്കിയല്ല ഡോക്ടർ മരുന്ന് എഴുതുന്നത് ഈ ഏജന്റിനെ നോക്കിയാണ്. ആവശ്യത്തിനല്ല ഓപ്പറേഷൻ ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മുതലാളിമാരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ പാണ്ടിക്കാടും പരിസരത്തുമുള്ള ഡോക്ടർമാരെ പറ്റിയോ ഹോസ്പിറ്റലുകളെ പറ്റിയോ പോലീസ് സ്റ്റേഷനെ പറ്റിയോ അല്ല പറയുന്നത്. ഞാൻ ആഫിയത്തോടെ തിരിച്ചുപോയി മാരും കേസ് കോടൂർ വസൈക്കുന്ന ബോധം എനിക്കുണ്ട്. പക്ഷെ ഞാൻ മൊത്തത്തിൽ പറയുക, അതായത് ഹോസ്പിറ്റലുകളൊക്കെ എടുത്തു നോക്കിയാൽ, പോലീസ് സ്റ്റേഷനുകൾ നോക്കിയാൽ എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കേണ്ട കോടതികളിൽ അടിപിടി നടക്കുന്ന വാർത്ത മൊത്തത്തിൽ വായിക്കുക. ആരാ അടിപിടി നടക്കുന്നത്? കേസ് തീർക്കേണ്ട വക്കീലന്മാർ. എന്നിട്ടത് തീർക്കാൻ വരുന്ന പോലീസുകാരെ വക്കീലന്മാർ തന്നെ ആക്രമിക്കുക. ഇനി ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ എങ്ങോട്ടേക്കാ പോകേണ്ടത്? കടമകൾ മറന്ന് സംസ്കാരം നുകർന്നു കൊടുക്കേണ്ട വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുന്ന അധ്യാപകരുടെ നമുക്ക് അത്ഭുതമില്ല. സ്വന്തം പിതാവ് തന്നെ സ്വന്തം മക്കളെ പീഡിപ്പിക്കാൻ തുടങ്ങിയാലോ ഇനി പിന്നെ ജീവിക്കാതിരിക്കലാണ് മെച്ചമെന്നിടത്തേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കച്ചവടത്തിൽ മായം ചേർക്കുന്നത് പ്രശ്നമല്ല. കാരണം ഒഴിഞ്ഞേറെ സാധനം കാണാൻ ഭംഗി വേണമെങ്കിൽ മായം വേണം, തിന്നാൻ ടേസ്റ്റ് വേണമെങ്കിൽ മായം വേണം, ആളുകൾക്ക് വാങ്ങിക്കൊണ്ടാണെങ്കിൽ മായം വേണം. അറിഞ്ഞുകൊണ്ട് തന്നെ അജിനമോട്ടോയെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ കാശ് കൊടുത്തിട്ട് നമ്മൾ വിഷം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം. എന്തിനേറെ പറയണം, നമ്മളെ പ്രധാനമന്ത്രി കള്ളനോട്ടും അതുപോലെ തന്നെ അഴിമതി ഇല്ലാതെയാക്കാനാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. ഞാൻ വായിച്ചത് നിങ്ങൾ ബാങ്കിലേക്ക് എത്തിയത് 80% കള്ളനോട്ടാണ്. ഇനി എങ്ങോട്ടാണ് ഒറിജിനൽ നോട്ട് തേടി പോകേണ്ടത്?
വേറൊരാൾ കള്ളനോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ബാങ്കിലിട്ട് ATM കുറ്റി